ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. I'm Divya Divakar. Okay. When I started my career, I started it with one of the largest companies in India right now, that is L&T. എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സീനിയർ കൺസൾട്ടൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും, ചില ആൾക്കാരുടെ ഒപ്പീനിയൻസ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. വി ഹാവ് ടു ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബിൽഡിങ്സ്, വി ആർ ബിക്കമിങ് പാർട്ട് ഓഫ് പീപ്പിൾ. ഓക്കെ മാം, നമുക്ക് ചില സ്റ്റുഡൻസ് നമുക്ക് ചോദിക്കാറുണ്ട്, ഒരു ഗുഡ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവണമെങ്കിൽ സൈറ്റിൽ പോകണമോ എന്ന്. ഓക്കെ, വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? Yeah, I must say it is an yes. ഓക്കെ. ബിക്കോസ് ഇപ്പോൾ നമ്മൾ മേജർ പ്രോജക്ട്സ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ബിഗ് പ്രോജക്ട്സിലാണെങ്കിൽ, ചിലപ്പം ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണെന്നിരിക്കട്ടെ, ഹി വിൽ ബി വൺ എമംഗ് സെവറൽ അതർ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്. ഓക്കെ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മെൻറ്ററിങ് കിട്ടും, അല്ലെങ്കിൽ ഒരു ടീം വർക്കാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ ചെയ്യുന്നത് ഒരു ക്രോസ് വെരിഫൈ ചെയ്യാനായിട്ട് വേറൊരു സീനിയറും കൂടിയുണ്ട്, ടീംമേറ്റ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് സൈറ്റിലേക്ക് ഡ്രോയിങ് പോകുന്നത്. സ്റ്റിൽ ദെയർ മേ ബി എറേഴ്സ് ഓർ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇംപ്ലിമെൻറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ ഡിസൈൻ. അപ്പോൾ അവർ സൈറ്റിൽ നിന്ന് തിരിച്ച് വിളിച്ച് ക്ലാരിഫിക്കേഷൻസ് ചോദിക്കും, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറയും. ഫോർ എക്സാമ്പിൾ, വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ മുംബൈ മെട്രോ പ്രൊജക്റ്റ്, അവിടെ പൈലിംഗ്, നമ്മളെ എൻജിനീയേഴ്സ് പൈൽ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് സേഫായിട്ട് നിൽക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അവിടെ എവിടെ പൈലിംഗ് ചെയ്യാൻ നോക്കിയാലും ഡ്രെയിനേജ് ലൈൻസ് ആണ്. പ്രാക്ടിക്കലി അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. മുംബൈ പോലത്തെ ഒരു സിറ്റിയിൽ ഒരു പെർട്ടിക്കുലർ മേ ബി ഫോർ 1 or 2 weeks ആ ഡ്രെയിൻ ലൈൻസ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. സോ വി വെയർ ഫോഴ്സ്ഡ് ടു റീഡിസൈൻ ദ എൻറ്റയർ പൈൽസ്, കൺസിഡറിങ് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ എങ്ങനെ പൈലിംഗ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് എൻജിനീയേഴ്സ് ഇരുന്നാണ് അവിടെ ഡിസ്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുന്നത്. ബട്ട് വെൻ യു ആർ കമ്മിങ് ആസ് എ സ്ട്രക്ചറൽ എൻജിനീയർ ഹൂ വാസ് ഡയറക്ട്ലി ടേക്കിംഗ് അപ്പ് മേ ബി സ്മോൾ സ്കെയിൽ പ്രോജക്ട്സ് ആണെന്നിരിക്കട്ടെ, റെസിഡൻഷ്യൽ ആണെന്നിരിക്കട്ടെ, ഓർ ലെറ്റ് ഇറ്റ് ബി എ സ്മോൾ റീറ്റെയിനിങ് വാൾ, ദെയർ യു ആർ ഇൻഡിപെൻഡൻ്റ്ലി സിറ്റിംഗ് ദെയർ ട്രൈങ് ടു ഡു എ പ്രോജക്റ്റ്. ഓക്കെ. അപ്പോൾ സപ്പോസ് യു ആർ നോട്ട് റെഡി ടു ഗോ ടു സൈറ്റ് ആൻഡ് യു ആർ നോട്ട് റെഡി ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് സീനിയേഴ്സ് ഓർ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് ആണെങ്കിൽ, ഡിസൈൻസ് കാൽക്കുലേഷൻസും ബുക്സും എല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ബട്ട് പ്രാക്ടിക്കലി സൈറ്റിൽ അവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന കാൽക്കുലേഷൻ പ്രകാരമുള്ള വിഡ്ത്ത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. മേ ബി അവിടെ ആ ബൗണ്ടറി ഇരിക്കുന്നത് റോഡിലേക്കായിരിക്കും. ഇപ്പം ഈ റീറ്റെയിനിങ് വാളിൻ്റെ ഇത്രയും വിട്ട് കൊടുക്കണമെങ്കിൽ അത് റോഡിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടായിരിക്കും ചിലപ്പം വഴക്കുണ്ടാക്കുന്നത്, പഞ്ചായത്ത് മെമ്പറായിരിക്കും, നാട്ടുകാരുടെ പ്രശ്നമായിരിക്കും. ഇനി അതുമല്ല എങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രോയിങ്ങിൽ വരച്ചിട്ടുണ്ട് വീപ്പ് ഹോൾസ്. ദിസ് ഇസ് എ വെരി സ്മോൾ എലമെൻറ്റ് ബട്ട് വിച്ച് ഇസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് അറ്റ് സൈറ്റ്. വീപ്പ് ഹോൾസ് എന്ന് പറയുന്നത്, വീപ്പ് കരയാനായിട്ട് അല്ലേ, നമ്മൾ അതിനകത്ത് വെള്ളം പോകാനായിട്ട്, വെള്ളം അലോ ചെയ്യുവാണ്. അതായത് വെള്ളത്തിൻ്റെ പ്രഷർ വന്നിത് ഡാമേജ് ആവാതിരിക്കാനായിട്ട് നമ്മൾ അലോ ചെയ്യുന്ന വീപ്പ് ഹോൾസ്. വി ആർ ജസ്റ്റ് ഡ്രോയിങ് ഇൻ അവർ ഡ്രോയിങ് സ്കെച്ചസിൽ കാണിക്കുന്നുണ്ട്, വീപ്പ് ഹോൾസ് ഉണ്ട്, ഇത്ര ഡിസ്റ്റൻസിലുണ്ട്. പ്രാക്ടിക്കലി സൈറ്റിൽ അവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പാകത്തിനൊരു വീപ്പ് ഹോൾ അവിടെ ഇട്ട് വയ്ക്കും, ഒരു പൈപ്പൊക്കെ ഇട്ട്. ബട്ട് ഇതിൽ എത്ര വീപ്പ് ഹോൾസ് ഫങ്ഷണലി പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സൈറ്റിൽ പോയി ചെക്ക് ചെയ്താൽ കണ്ട്, യെസ്, കാരണം അവിടെ സൈറ്റിൽ അവർ ഈ വീപ്പ് ഹോൾ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന പോലെ അല്ല ചെയ്യേണ്ടിയത്. അപ്പോൾ അതിന് പ്രാക്ടിക്കൽ ആൾക്കാരുമായിട്ട്, പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഈവൻ ഐ ഗോ ടു നോ ലൈക്ക് അവിടെ മണ്ണ് വന്ന് അടഞ്ഞു പോവാതിരിക്കാൻ എന്ത് ചെയ്യണം. അപ്പോൾ തിരിച്ചു മണ്ണ് അവിടെ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ പഴയ ഓടിൻ്റെ കഷ്ണങ്ങൾ, ഇഷ്ടികയുടെ കഷ്ണങ്ങൾ വെച്ചൊന്ന് പാക്ക് ചെയ്തിട്ട് വേണം, അതിൻ്റെ പുറകിൽ വേണം മണ്ണ് ഫില്ല് ചെയ്യാൻ. എന്നാൽ മാത്രമേ വാട്ട് എവർ എന്താ ഫങ്ഷണാലിറ്റി വി ആർ ഇൻറ്റൻഡിങ് വിത്ത് പ്രൊവിഷൻ ഓഫ് ദിസ് വീപ്പ് ഹോൾ അവിടെ നടക്കുള്ളൂ. അപ്പം നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്നതും സൈറ്റിലെ എക്സിക്യൂഷനും തമ്മിൽ, ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഈ നമ്മുടെ സൺഷെയ്ഡിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്
മിക്കയിടത്തും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവർ എന്താണോ സ്ലാബിൽ ഇടുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് സെയിം പാറ്റേണിൽ തന്നെ സൺഷെയ്ഡിലും കൊടുത്തു വയ്ക്കും. അവിടെ ക്യാൻഡിലീവർ ആയിട്ടാണ് ഇത് ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും അവിടെ സൈറ്റിൽ നിൽക്കുന്ന ചേട്ടന്മാർ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അതൊരു എൻജിനീയറുടെ നോട്ടത്തിൽ വരേണ്ട കാര്യമാണ്. അത് നമ്മൾ സൈറ്റിൽ പോകാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് 2 feet ഫൗണ്ടേഷൻ എന്ന് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലത്തിൻ്റെ സ്ലോപ്പ് അനുസരിച്ച് അവിടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് റൈറ്റ് സൈഡിലുള്ള ഡെപ്ത് ആയിരിക്കണമെന്നില്ല, ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ. ബിൽഡിങ്ങിനെ തന്നെ ഒരേ സൈറ്റിൽ തന്നെ സോയിലിൻ്റെ പാറ്റേൺ ബിഹേവിയർ വ്യത്യാസമുള്ള സൈറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെളിയിലേക്ക് ഇറങ്ങണം, മണ്ണിലേക്ക് ഇറങ്ങണം, സൈറ്റിലോട്ട് പോകണം, അതെ. ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. സംടൈംസ് ഇൻ ദി കേസ് ഓഫ് സ്റ്റിറപ്പ് ബെൻഡിങ്, ഇത് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. വെൻ വി ആർ ഇൻസിസ്റ്റിംഗ് ഓൺ ബെൻഡിങ് ദിസ് സ്റ്റിറപ്പ് 135 ഡിഗ്രിയിൽ നമ്മുടെ ഡക്റ്റൈൽ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് എർത്ത് ക്വേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് 135 ഡിഗ്രി ബെൻഡ്. നമ്മളിത് ചെയ്യാൻ പറയുമ്പം മോസ്റ്റ് ഓഫ് ദ സൈറ്റിൽ അവരങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അങ്ങനെ കൊടുക്കാറില്ല. ഇനി അതിൽ തന്നെ അവർക്ക് ചില പൊർട്ടിക്കുലർ ബ്രാൻഡ് സ്റ്റീല് അവർ പറയാം അത് എടുക്കല്ലേ, എന്താണെന്നറിയാവോ, അത് ബെൻഡ് ചെയ്യാൻ പാടാന്ന്. സോ സീ ദ വേ അവർ ഡിസൈഡ്, വർക്കേഴ്സ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഇത് 135 തിരിക്കാൻ അപ്പം നമ്മൾ ചിലപ്പോൾ സംടൈംസ് ഐ യൂസ് ടു ടെൽ, ചേട്ടാ നോക്കട്ടെ എന്താ ബുദ്ധിമുട്ടെന്ന് നോക്കട്ടെ, ചേട്ടൻ അതൊന്ന് വളച്ച് കുറച്ചുകൂടെ വളച്ച്. അപ്പോൾ അത് നമ്മൾ ഫീൽഡിൽ ഐ എം എ സ്ട്രക്ചറൽ എഞ്ചിനീയർ, ഞാൻ AC റൂമിൽ ഇരുന്നേ ഐ വിൽ ബി ഡൂയിങ് ദ ഡിസൈൻ, സൈഡിലുള്ള കാര്യം എൻ്റെ സ്കോപ്പിൽ വരുന്നല്ല, ഞാൻ ക്ലയൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ലെറ്റ് ദം ഡൂ ഇറ്റ് എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കാൻ പാടില്ല. ബിക്കോസ് വാട്ട് എവർ വി ആർ ഡൂയിങ് ദ ഡിസൈൻ, വെൻ എവർ വി ആർ സൈനിങ് ദാറ്റ് ഡ്രോയിങ്, then that is our responsibility to make sure that this is getting implemented at site. So that we have to go to site. That's what my advice to every young engineers. ഓക്കെ ഓക്കെ മാം. മാം നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾ എൻജിനീയറിംഗ് ഫീൽഡിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രഷർ ആയിട്ടുള്ള ആൾക്ക് സ്ട്രക്ചർ എഞ്ചിനീയർ ഫീൽഡിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ആൾ ഭയങ്കര ഡൗട്ടായിട്ട് നിൽക്കുകയാണ് എങ്ങനെ ഈ സ്ട്രക്ചർ എഞ്ചിനീയർ ഫീൽഡിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം വെൻ ഐ സ്റ്റാർട്ടഡ് ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ, ഇത് എപ്പോഴും നമ്മൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ഒരു സെക്ടറിൽ നിന്ന് മാറി വേറൊരു സെക്ടറിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരും. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റാർട്ടഡ് ആസ് എ ബ്രിഡ്ജ് ഡിസൈൻ എഞ്ചിനീയർ. അപ്പോൾ ബ്രിഡ്ജിൽ നിന്ന് മാറി അതിനകത്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അത് മാറി ബിൽഡിങ്സിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ അത് സെക്ടർ മാറുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആസ് എ കരിയർ തുടങ്ങുമ്പോഴായിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, വി ഡു ഹാവ് എ ഡിഗ്രി എന്ന് വിചാരിക്കുക, വി ഡു ഹാവ് ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ബട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റീനെ വളരെ ക്ലോസ്ലി കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ്. അതെ. അപ്പം നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇഫ് അറ്റ് ഓൾ വി ആർ വെരി കോൺഫിഡൻറ്റ്, വി ആർ വെരി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കത് സീരിയസ്ലി വിത്തൗട്ട് ഫെയിലിയർ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെയുള്ള കേസസിൽ ഇപ്പം ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു ഡിസൈൻ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ വെറ്റിംഗ് ഓർ മേക്കിംഗ് എ സീനിയർ കൺസൾട്ടൻറ്റ് ടു വെരിഫൈ, ക്രോസ് ചെക്ക് ഇറ്റ് ഇസ് വൺ മെത്തേഡ്. ഓക്കെ. അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങിന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഡിസൈൻ സ്വന്തമായിട്ട് ചെയ്യുക, പ്രിപ്പയർ ദ ഡ്രോയിങ്സ്, അതിൻ്റെ ഡിസൈൻ ഇൻപുട്സും കാൽക്കുലേഷൻസും ആയിട്ട് വേറൊരു സീനിയറിൻ്റെ അടുത്ത് പോയിട്ട് സർ ഇതൊന്ന് ചെക്ക് ചെയ്ത് തരാമോ എന്ന് പറയാം. അത് ഫ്രീ ആയിട്ട് മെജോറിറ്റി ആൾക്കാരും ഫൈൻഡിങ് ടൈം ആയിരിക്കും അവർക്കുള്ള കൺസ്ട്രെയിൻ, ഇതിരുന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അപ്പോൾ യു ക്യാൻ ഷെയർ സം പേയ്മെൻറ്റ് ടു ദം, അപ്പോഴായിരിക്കും അവർ സിൻസിയർലി നോക്കി തരിക. ഇനി അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ചില കമ്പനീസ് ഇൻറ്റേൺഷിപ്സ് കൊടുക്കാറുണ്ട്, ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നേരിട്ട് പോയിരുന്ന് ആ കമ്പനീസിൽ തന്നെ അവിടെ ഇരുന്ന് ട്രെയിൻഡ് ആവാം. ദാറ്റ് ഈസ് അനദർ ഓപ്ഷൻ. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ റിയലിസ്റ്റിക് പ്രോജക്ട്സിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു 6 months കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 3 months കോഴ്സ് ആയിരിക്കാം. അതെല്ലാം ഫണ്ടമെൻ്റൽ കാര്യങ്ങളായിരിക്കും ഡീൽ ചെയ്യുന്നത്. റിയലിസ്റ്റിക് പ്രോജക്ട്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാം, ബട്ട് ഓൺ അഡീഷണൽ കോസ്റ്റ് ഓഫ് കോഴ്സ്. അപ്പോൾ അത് അനദർ ഓപ്ഷനാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു എക്സ്പീരിയൻസ് ആയി, ഇനി ഞാൻ നേരിട്ടെല്ലാം ചെയ്യാൻ കേപ്പബിളായി എന്ന് വിചാരിക്കുന്നതിനേക്കാളും വാട്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഇസ് ടേക്ക് മെമ്പർഷിപ്സ്.
പ്രൊഫഷണൽ ബോഡീസിൽ മെമ്പർഷിപ്സ് എടുക്കുക. നമുക്ക് പ്രൊഫഷണലി നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുക. വി ഡു ഹാവ് ഇപ്പം നമുക്ക് ലിങ്ക്ഡിൻ ഉണ്ട്, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വി ക്യാൻ ഫോളോ യൂട്യൂബ് ചാനൽസ് ഓഫ് റെപ്യൂട്ടഡ് എൻജിനീയേഴ്സ് ഹു ആർ ഡെലിവറിങ്. ഈവൻ ഇപ്പം IITs തന്നെ കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം ഫോളോ ചെയ്യുക, സ്റ്റേ കണക്റ്റഡ്. എപ്പോഴും ഒരു നോളജ് ഗെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, ലെറ്റ് ഇറ്റ് ബി സെമിനാർസ്, വെബിനാർസ്, ടെക്നിക്കൽ കോൺഫറൻസസ് ഒക്കെ വരുമ്പോൾ പ്രൊഫഷണൽ ബോഡീസിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് സീനിയേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഒരു വലിയ പ്രോജക്റ്റ് വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് യങ് എൻജിനീയേഴ്സ് ആർ സ്ട്രഗ്ലിംഗ് ടു, ഫിയർഫുൾ ആണ്. അവരുടെ കയ്യിൽ വരും പ്രോജക്ട്സ്, ചിലപ്പോൾ വരും, എടാ എൻ്റെ വീടൊന്ന് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നൊരു വർക്ക് നീ ചെയ്യ്. ഇത് ചിലപ്പോൾ റിലേറ്റീവ്സ് ത്രൂ ആയിരിക്കാം, ഫ്രണ്ട്സ് ത്രൂ ആയിരിക്കാം. വരുമ്പോൾ ഇവരിങ്ങനെ കിടുങ്ങിപ്പോവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബട്ട് വാട്ട് ദേ ക്യാൻ ഡു ഇസ്, അവർക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളെ കണക്ട് ചെയ്യുക, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആ വർക്ക് ചെയ്യാം. ഓക്കെ. സോ ദാറ്റ് ദേ വിൽ ബി ഗെറ്റിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ദ അതർ പേഴ്സൺ ഓൾസോ വിൽ ബി ഗെറ്റിംഗ് സം അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വരുന്ന എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നതായിരിക്കാം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് കൊളാബറേഷൻസ്. ഡോണ്ട് സേ അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പേടിക്കേണ്ട കാര്യമില്ല. ബട്ട് ഡോണ്ട് കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി ഓർ സേഫ്റ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം, ബട്ട് അത് സേഫ് ആണോന്നൊന്നും എനിക്ക് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ എക്സിക്യൂഷനിലേക്ക് പോവാതിരിക്കുക. ദാറ്റ് ഈസ് ദ മിനിമം തിങ് ദാറ്റ് വി ഹാവ് ടു ഡു. ഓക്കെ. മാമിന് ഇത്രയും 18 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം മാമിൻ്റെ ഒരു യങ്ങർ സെൽഫിനോട് മാമിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് പറയാറുണ്ടെങ്കിൽ എന്തായിരിക്കും? എൻ്റെ യങ്ങർ സെൽഫിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം റൈറ്റ് നൗ ഐ എം കംപ്ലീറ്റിംഗ് മൈ ഒരു 18 years ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഐ എം ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഗെറ്റ് ഡിഫറെൻ്റ് എക്സ്പോഷർ. റൈറ്റ്ലി സ്പീക്കിംഗ്, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റി, ടീച്ചിങ്, ഒരു കമ്പനി റൺ ചെയ്യുക, സ്വന്തമായിട്ട് റൺ ചെയ്യുക, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും വരുന്ന പ്ലസ് ആൻഡ് മൈനസസ്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ബട്ട് വെൻ ഐ എം ടോക്കിംഗ് ടു മൈ യങ്ങർ സെൽഫ്, ഐ മേ ബി ടെല്ലിങ് ലൈക്ക്, ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഓൺ ഫേം അതിനെ ഒരു വേറൊരു ലെവലിൽ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് തിങ്ക് ചെയ്ത് തുടങ്ങുന്നത്. ഒരു ക്വൈറ്റ് ഒരു 4-5 yearsലാണ് അത്ര സീരിയസ്ലി വാട്ട് ഐ ഷുഡ് ഡു എന്ന് പറഞ്ഞ് തിങ്ക് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഐ റിയലി ഫീൽ ഇസ് ലൈക്ക് അത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള പോലെ